ജനസംഖ്യാ വർധനയും ഭരണ നിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് മലപ്പുറവും ഇടുക്കിയും ഉൾപ്പെടെ വിഭജിച്ച് പുതിയ ജില്ലകൾ രൂപവൽക്കരിക്കണം. പ്രമേയവുമായി സമസ്ത ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷിക സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. സമസ്ത സെക്രട്ടറിയും വഖഫ് ബോർഡ് അംഗവുമായ കെ ഉമർ ഫൈസി മുക്കമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ രൂപവൽക്കരണം ആവശ്യമാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും സമാന നിലപാടെടുക്കണമെന്ന് പ്രമേയം പറയുന്നുണ്ട്. 39 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ 38 ജില്ലകളുള്ള തമിഴ്നാടിനെ മാതൃകയാക്കാവുന്നതാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. ജനുവരി 1 LDF-നോട് അടുത്ത കക്ഷിയായി കണക്കാക്കപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ല പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പൊതുസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ഡിസംബറിൽ കേരള മുസ്ലിം ജമാഅത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ല വിഭജിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരേ ഒരു മാർഗമാണിത്. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി വേങ്ങയിൽ നടന്ന ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു. മലപ്പുറം വിഭജിക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണെങ്കിലും സമീപ വർഷങ്ങളിൽ ഇത് വീണ്ടും പ്രചാരണത്തിലായിട്ടുണ്ട്. ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF പിന്തുണയുള്ള മുൻ MLA-യും വിമതനുമായ PV അൻവർ വടക്കൻ മലപ്പുറത്ത്, തെക്കൻ കോഴിക്കോടൻ പ്രദേശങ്ങൾ വിഭജിച്ച് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. സമസ്ത EK വിഭാഗത്തിന്റെ പ്രമേയം കേരളത്തിലുടനീളമുള്ള ഭരണ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മലപ്പുറം ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി ഉയർന്നു വന്നു. അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ മാതൃകയായി കാണണമെന്ന് പ്രമേയം നിർദ്ദേശിച്ചു. 39 പാർലമെന്റ് മണ്ഡലങ്ങളുടെ അതിർത്തിക്കുള്ളിൽ 38 ജില്ലകളുണ്ടെന്നും അത് ചൂണ്ടിക്കാട്ടി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ കേരളത്തിന് ഒരു മാതൃകയാക്കാൻ ഇത് സഹായിക്കുമെന്നും അതിൽ പറയുന്നു. പുതിയ ജില്ലകൾ സൃഷ്ടിക്കുന്നത് സിവിൽ സ്റ്റേഷനുകൾ, ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്നും പിന്നോക്ക പ്രദേശങ്ങളിലെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും പ്രമേയം വാദിച്ചു. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അതീതമായി ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പുനഃസംഘടന യാഥാർത്ഥ്യമാക്കുന്നതിന് ഭരണകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സമസ്ത ശതാബ്ദി സമ്മേളനം ആഹ്വാനം ചെയ്തുവെന്നും പ്രമേയം വ്യക്തമാക്കി. ജനുവരി 1 ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VD ബൽറാം കേരളത്തിൽ കുറഞ്ഞത് 5 പുതിയ ജില്ലകളെങ്കിലും രൂപീകരിക്കാമെന്നും ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അത് തന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരവും കൊല്ലവും വിഭജിച്ച് ഒരു ജില്ലയും, എറണാകുളത്തിന്റെയും തൃശൂരിന്റെയും ഭാഗങ്ങൾ സംയോജിപ്പിച്ച് മറ്റൊരു ജില്ലയും, മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും ഭാഗങ്ങൾ പുനഃസംഘടിപ്പിച്ച് 2 ജില്ലയും, കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടുന്ന ഒരു ജില്ലയും വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നിരുന്നാലും CPM ജാഗ്രതയോടെ ഒരു പ്രസ്താവന നടത്തി. സമസ്തയുടെ പ്രമേയം ജനം എന്നതിനേക്കാൾ പുനർസംഘടനയെക്കുറിച്ചാണെന്ന് പറഞ്ഞതെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവ 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. 13 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കാസർഗോഡ് ജില്ലയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വികസനത്തിൽ കാസർഗോഡ് മുന്നേറിയിട്ടുണ്ടോ? ഇപ്പോഴും മലപ്പുറത്തിനേക്കാൾ പിന്നിലല്ലേ? ജനസംഖ്യ മാത്രമാണ് മാനദണ്ഡമെങ്കിൽ അത് വളരെ മുന്നിലായിരിക്കേണ്ടതല്ലേ? ചെറിയ ജില്ലകൾ രൂപീകരിച്ചുകൊണ്ട് മാത്രം വികസന വെല്ലുവിളികളെ നേരിടാൻ കഴിയില്ലെന്ന് അനിൽ വാദിച്ചു. നയങ്ങളാണ് പ്രധാനം, കേന്ദ്രീകൃത പദ്ധതികൾ പ്രധാനമാണ്, ജില്ലാ പഞ്ചായത്തുകളുടെ ഫലപ്രദമായ ഇടപെടൽ പ്രധാനമാണ്. നമുക്ക് വേണ്ടത് തൊഴിലധിഷ്ഠിത സംരംഭങ്ങളാണ്. 1969 ഭൂമിശാസ്ത്രപരമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെങ്കിലും ആ നീക്കം അക്കാലത്ത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. മതപരമായ അടിസ്ഥാനത്തിൽ ഒരു ജില്ല സൃഷ്ടിച്ചതായി കോൺഗ്രസും BJP-യും ആരോപിച്ചു. IUML ഉൾപ്പെടെയുള്ള 7 പാർട്ടികളുടെ സഖ്യത്തിന്റെ പിന്തുണയോടെ EMS നമ്പൂതിരിപ്പാട് സർക്കാരിനെ നയിച്ചു. അതേസമയം ഏതൊരു പുനഃസംഘടനയും ഭരണപരമായ ആവശ്യങ്ങളിൽ വേരൂന്നിയതായിരിക്കണമെന്നും മതപരമായ കാരണങ്ങളാൽ രൂപപ്പെടുത്തരുതെന്നും IUML ജാഗ്രത പാലിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.